ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരോട് സത്യഭാമ വസുമതി അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. വസുമതിക്ക് സ്ട്രോക്ക് വന്നതുകൊണ്ട് വസുമതിയെ നോക്കാനിപ്പോൾ ആരുമില്ല എന്നും നമ്മളെ ഓർത്തിട്ടാണ് വസുമതി അവിടേക്ക് പ്രീതിയെ വിളിപ്പിക്കാത്തത് എന്നും പറഞ്ഞു. അത് കേട്ടതോടെ ആശങ്കയോടെ വസുമതിയുടെ അവസ്ഥയെക്കുറിച്ച് രാഘവൻ നായർ സത്യഭാമയോട് അന്വേഷിച്ചു. നമ്മുടെ എന്തവസ്ഥ കാരണമാണ് വസുമതി നമ്മളോട് കാര്യം പറയാതിരുന്നത് എന്ന് ചോദിച്ചതും, നമുക്ക് പാറുക്കുട്ടിയെ പിരിയാൻ കഴിയില്ലല്ലോ. നമ്മളെക്കാളേറെ പ്രീതിയുടെ കുഞ്ഞിനോട് സ്നേഹക്കൂടുതലുള്ളത് വിഷ്ണുവിനും ശാലിനിക്കുമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് വസുമതി അക്കാര്യം നമ്മളെ അറിയിക്കാതിരുന്നത് എന്ന് സത്യഭാമ രാഘവൻ നായരോട് പറയുന്നു. വസുമതിയുടെ അവസ്ഥ നാളെ എനിക്കോ രാഘവേട്ടനോ വന്നേക്കാം എന്ന് പറഞ്ഞത് രാഘവൻ നായർ ഭാമയെ എന്ന് വിളിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അതേ രാഘവേട്ട, ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. അപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടലിന്റെ വേദന മനസ്സിലാക്കുന്നത് എന്ന് സത്യഭാമ രാഘവൻ നായരോട് അറിയിച്ചു. രാഘവൻ നായർ അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സത്യഭാമയുടെ മനസ്സിലേക്ക് വന്നത് വിഷ്ണുവും ശാലിനിയും കഴിഞ്ഞ ദിവസം പാറുക്കുട്ടിയെ മടിയിൽ വെച്ച് താലോലിച്ചതും വിഷ്ണു ആ കുഞ്ഞിനെ മാത്രമാണ് താൻ സ്നേഹിക്കുന്നതെന്നും ആ കുഞ്ഞു മാത്രമേ ഇനി തങ്ങൾക്കിടയിലുള്ളൂ എന്നും ഉടനെയൊന്നും അവരുടെ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുമുള്ള വിഷ്ണുവിന്റെ വാക്കുകൾ സത്യഭാമ ഓർമ്മിച്ചു. എന്തായാലും ഒരു കടുത്ത തീരുമാനം എടുത്തേ തീരൂ രാഘവേട്ട. ചിലപ്പോൾ ബന്ധങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ചോര പൊടിഞ്ഞേക്കാം. പക്ഷേ അതെല്ലാവരെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് രാഘവേട്ടൻ തൽക്കാലം മനസ്സിലാക്കിയാൽ മതിയെന്ന് സത്യഭാമ രാഘവൻ നായരോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. സത്യഭാമയുടെ വാക്കുകൾ കേട്ട രാഘവൻ നായർ എന്താണ് ഭാമ ഉദ്ദേശിച്ചത് എന്ന് അറിയാതെ വിഷമത്തോടെ നോക്കിയിരുന്നു. അങ്ങനെ സങ്കടത്തോടെ രാഘവൻ നായർ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തിരികെ തൻ്റെ ഹാളിലേക്ക് എത്തുന്നു. ഈ സമയത്താണ് ജഗദീപ് താൻ പറഞ്ഞനുസരിച്ച് നാടക നടനും ഭാര്യയും കൂടി എത്താതെ ഓർത്ത് ആശങ്കപ്പെട്ടു നിന്നത്. ഉടനെ തന്നെ ഫോൺ എടുത്ത് മറ്റാരും കേൾക്കാതെ ജഗദീപ് ആ നാടക നടനെ വിളിക്കുന്നു. അയാൾ കോൾ എടുത്തിട്ട് പറഞ്ഞു, സർ, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യ അന്നമ്മയും ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല, കൃത്യമായിട്ട് ഡയലോഗൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വിഷ്ണുവാശാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും, പിന്നില്ലേ, ഇത്രയും വർഷക്കാലം ഞങ്ങൾ നാടകത്തിൽ അഭിനയിച്ചത് വെറുതെയാണോ സാറേ? ഞങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ്, ഏത് ഡയലോഗാണ്, എവിടെയാണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല വശമാണ്. പിന്നെ അവളെ പോലെയല്ല ഞാൻ കേട്ടോ. അവൾക്ക് പണ്ട് ഒരബദ്ധം സംഭവിച്ചതാണ്. അന്ന് ശ്രീ അയ്യപ്പൻ്റെ നാടകത്തിൻ്റെ അന്ന് അയ്യപ്പനെ കണ്ട് എൻ്റെ കർത്താവ് എന്ന് വിളിച്ച ആളാണ് എന്ന് പറഞ്ഞ് ഭാര്യ അന്നമ്മയെ കളിയാക്കുമ്പോൾ അന്നമ്മ പറഞ്ഞു, അതെ, നിങ്ങൾ മാർത്താണ്ഡവർമ്മയുടെ നാടകം അഭിനയിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുണ്ടൂരിപ്പോയ കാര്യം ഞാനും പറയും എന്ന് പറഞ്ഞ് അന്നമ്മ ദേഷ്യപ്പെടുമ്പോൾ ഉടനെ ജഗദീപ് പറഞ്ഞു, ഓഹോ, എന്തുവാ ഇത് എന്നിങ്ങനെ ചോദിച്ചതും ഉടനെ വേഗം തന്നെ പത്രോസ് പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്കേ രണ്ടുപേർക്കും ഒരു പരസ്പര ധാരണയിൽ പോകാം അന്നമ്മേ, നീ വെറുതെ എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജഗദീപ് ചോദിച്ചു, എന്താടോ, എത്താറായോ എന്ന് ചോദിച്ചതും, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, ആ വെള്ള പെയിന്റടിച്ച വീടല്ലേ എന്നൊക്കെ ജഗദീപിനോട് ചോദിക്കുമ്പോൾ ജഗദീപ് പറഞ്ഞു, അതെ, അത് തന്നെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴാണ് സുസ്മിത അവിടേക്ക് എത്തിയത്. ജഗദീപ് ഫോൺ വെച്ച് പിന്തിരിഞ്ഞ് നോക്കിയതും സുസ്മിത ജഗദീപിന്റെ അരികിലേക്ക് എത്തി. ജഗദീപ് കയ്യിൽ ഫോണും പിടിച്ചു നിൽക്കുന്നത് വളരെ ഗൗരവത്തോടെ സുസ്മിത നോക്കി. അപ്പോഴേക്കും ജഗദീപ് എന്താ കാര്യമെന്നറിയാൻ അങ്ങനെ നിൽക്കുമ്പോൾ പുന്നൂസും ഭാര്യ അന്നമ്മയും അവിടെ സരളയുടെ വീട്ടുപടിക്കലേക്ക് എത്തിക്കഴിഞ്ഞു. മുറ്റത്ത് വന്ന് കാറ് നിർത്തിയതും പുന്നൂസിന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങി ഉടനെ ചോദിച്ചു, എൻ്റെ ഏട്ടാ, നമ്മൾ ഇത്രയും വലിയ വീട്ടിലാണോ ഇന്ന് നമ്മളുടെ അഭിനയം എന്ന് അന്നമ്മ ചോദിച്ചതും ഉടനെ പുന്നൂസ് പറഞ്ഞു, അതേ അന്നമ്മേ, ഇന്ന് നമ്മുടെ അഭിനയം ഇവിടെയാണ് നടത്തേണ്ടത്. ഇത്രയും വലിയ വീട്ടിലൊക്കെ നടത്തുമ്പോൾ എൻ്റെ ചേട്ടാ, എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. അത് കേട്ട ഉടനെ അന്നമ്മയോട് പുന്നൂസ് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക അന്നമ്മേ, ഞാനില്ലേ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അന്നമ്മയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പുന്നൂസ് അങ്ങനെ നിൽക്കുമ്പോൾ ജഗദീപിന് അരികിലേക്ക് എത്തിയ സുസ്മിത പറഞ്ഞു, അതെ, ഞാനെല്ലാം കേട്ടു, നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് ജഗദീപിനോട് സുസ്മിത ചോദിച്ചു. സുസ്മിത തന്നോട് അങ്ങനെ ചോദിച്ചത് കേട്ട് ജഗദീപ് പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ, ഞാൻ പറഞ്ഞതെല്ലാം ഇവള് പിന്നിൽ നിന്ന് കേൾക്കുകയായിരുന്നല്ലേ, ഈശ്വര, എല്ലാം തകർന്നു എന്നാലോചിച്ചുകൊണ്ട് ജഗദീപ് സുസ്മിതയോട് പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ജഗദീപ് സംസാരിക്കാൻ ഒരുങ്ങിയതും സുസ്മിത പറഞ്ഞു, അതെ,
അച്ഛൻ എന്നോട് പറഞ്ഞു വലിയ വലിയ ആളുകളുടെ മക്കളുടെ ആലോചന വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഏതോ കെയിൻ പണിക്കരുടെയോ മറ്റോ പെൺകുട്ടിയുമായിട്ട് വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞത്? ആലോചനകൾ നടക്കുന്നേ ഉള്ളൂ എന്നല്ലേ? എന്നെ ഇങ്ങനെ കബളിപ്പിക്കണ്ടായിരുന്നോ ജഗദീപേട്ട എന്ന് പറഞ്ഞു. ഉടനെ ജഗദീപ് പെട്ടെന്ന് ആലോചിച്ചു. ജഗദീപേട്ടനോ എന്നിങ്ങനെ ആലോചിച്ചങ്ങ് നിന്നതും സുസ്മിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജഗദീപേട്ടനോടുള്ള എൻ്റെ സ്നേഹം അത് എത്രത്തോളമാണെന്ന് ജഗദീപേട്ടൻ ഒരിക്കലും മനസ്സിലാക്കാനാവില്ല. അത്രത്തോളം ഞാൻ ജഗദീപേട്ടനെ സ്നേഹിക്കുന്നുണ്ട് എന്നല്ല സുസ്മിത പറഞ്ഞു. അതെല്ലാം കേട്ടതോടെ ജഗദീപിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അപ്പോഴേക്കും പൊന്നീസും ഭാര്യയും കൂടി ആകെ അതിശു ചെന്നു. ഓ, എന്തെങ്കിലും പ്രശ്നമാവോ ഏട്ടാ എന്ന് ചോദിച്ചത്, ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ എത്രയെത്രയാ നാടകവേദികൾ നമ്മൾ ഒന്നിച്ച് അഭിനയിച്ച് തീർത്തിരിക്കുന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ അന്ന് അമ്മേ നാരായണ എന്നുള്ള നാടകത്തിൽ അന്ന് യക്ഷിയായി അഭിനയിച്ച നിന്നെ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഭാഗമാക്കി മാറ്റിയില്ലേ? അത്രയും വലിയ അബദ്ധങ്ങളോ അത്രയും വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇനി വരാനില്ല എന്ന് കുന്നൂസ് പറഞ്ഞതും അന്നമ്മ പറഞ്ഞു, ദേ വെറുതെ നിങ്ങൾ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും സരള അപ്പോഴേക്കും വാതുക്കലേക്ക് എത്തി. സരള വന്ന് നോക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന കുന്നൂസിനെയും അന്നമ്മയും കണ്ടതോടെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ദാ ആ വരുന്നത് ആള് തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പുന്നൂസ് ഭാര്യയെ പരിചയപ്പെടുത്തുമ്പോൾ സരളയെ കണ്ടിട്ട് ഭാര്യ ചോദിച്ചു, ഓ ഇതാണോ സുസ്മിത? അപ്പോഴേക്കും പൊന്നൂസ് പറഞ്ഞു, എടി സുസ്മിതയല്ല എൻ്റെ ശശി. അപ്പോഴേക്കും ഉടനെ ഭാര്യ പറഞ്ഞു, ശശിയല്ല ശശികല. ആ ശരി ശരി ശശികലേ, അതെ ആ സുസ്മിതയുടെ അമ്മ സരളയാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സരള അരികിലേക്ക് വന്നതും ആരാ എന്ന് ചോദിച്ചതും ഞാൻ ചിറക്കൽ എന്ന് പറഞ്ഞതും പെട്ടെന്ന് സരളയ്ക്കാകെ ഞെട്ടലായി. ചിറക്കൽ ബാലചന്ദ്രൻ എന്ന് പെട്ടെന്ന് ഭാര്യ അങ്ങനെ പറഞ്ഞത് കേട്ട് ബാലചന്ദ്രനോ എന്ന് സംശയത്തോടെ സരള നോക്കി. അപ്പോഴേക്കും ഉടനെ പുന്നൂസ് പറഞ്ഞു, അതെ ബാലചന്ദ്രനല്ല രാമചന്ദ്രൻ, അയാൾ തന്നെയാ ഞാൻ. ഒരു കാര്യം പറയാം, നിങ്ങൾ ഇനി 7 കടലിന്റെയും 7 മലകളുടെയും അപ്പുറത്ത് കൊണ്ടുപോയി എൻ്റെ മോൻ ജഗദീപനെ ഒളിപ്പിച്ചാലും അവിടെ നിന്ന് ഞാൻ അവനെ രക്ഷിച്ചുകൊണ്ട് വരാം, നോക്കിക്കോ എന്ന് പറഞ്ഞത്. ഉടനെ സരള ആകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ പുന്നൂസിന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാവോ എന്ന് ചോദിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നത് പുന്നൂസ് പരിചയപ്പെടുത്തി, ഇതാണ് എൻ്റെ ഭാര്യ ശശി. ഉടനെ ഭാര്യ പറഞ്ഞു, കല, ശശികല എന്ന് അവർ തിരുത്തി കൊടുത്തതും പുന്നൂസ് പറഞ്ഞു, അതെ അതെ എൻ്റെ ഭാര്യ ശശികലയാണിത് എന്ന് അവർ പരസ്പരം പരിചയപ്പെടുന്നു. അപ്പോഴേക്കും സരള പറഞ്ഞു, അയ്യോ സാറോ, എന്നാൽ കയറി വാ സാറേ, ഇവിടെ നിന്ന് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് അവരെ ക്ഷണിച്ചു. ഈ സമയത്ത് അങ്ങനെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സരള വരുമ്പോൾ ജഗദീപിന്റെ അച്ഛനമ്മമാരായി അഭിനയിക്കാനായി വന്ന പുന്നൂസിനും ഭാര്യ അന്നയ്ക്കും ആകെ സംശയമായി. ദൈവമേ, ഇത് നമ്മളിന്ന് ഭംഗിയായി ഇവിടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ? ആകെ പ്രശ്നത്തിലാവുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചതും ഏയ് ഒരു കുഴപ്പമില്ല, നീങ്ങി വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും ധൈര്യത്തോടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയത്ത് സരള അവർ വരാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സരള രണ്ടുപേരും വരുന്ന സമയത്ത് സുസ്മിതയെ വിളിച്ച് പറഞ്ഞു, മോളെ സുസ്മിതയെ ഇങ്ങോട്ട് ഇറങ്ങി വാ. അത് കേട്ട ഉടനെ ജഗദീപൻ സുസ്മിതയെ സരള വിളിച്ചതിന്റെ കാരണം അറിയാവുന്നത് കൊണ്ട് ജഗദീപൻ പിന്നാലെ വരുന്നു. ഈ സമയത്ത് അവിടേക്ക് ശശികലയും രാമചന്ദ്രനെയും വേഷം കെട്ടിയ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വന്നതും സരള വേഗം സുസ്മിതയെ വിളിച്ചു, എടി മോളെ സുസ്മിതയെ, നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ. അപ്പോഴേക്കും സുസ്മിത പതുക്കെ ഇറങ്ങി വരുന്നത് കണ്ട് പുന്നൂസ് ശശികലയോട് പറഞ്ഞു, അല്ല ആ വരുന്നതാണോ ജഗദീപ്? അവനിങ്ങനെ ചുരിദാർ ഇട്ടോണ്ടാണോ നടക്കുന്നത് എന്ന് പുന്നൂസ് ശബ്ദം താഴ്ത്തി ചോദിച്ചതും അന്നമ്മ പറഞ്ഞു, എൻ്റെ മനുഷ്യ, അതല്ല, പിന്നാലെ വരുന്നതാണ് ജഗദീപ്. അങ്ങനെ പിന്നാലെ വരുന്ന ജഗദീപിനെ കാണിച്ചു അന്ന പൊന്നൂസിനോട് ജഗദീപിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതും ഉടനെ ജഗദീപ് അവിടേക്ക് എത്തി സരളയോട് ചോദിച്ചു, എന്താ ആൻറ്റി, എന്തിനാ വിളിപ്പിച്ചത്? അങ്ങനെ മൊബൈലിൽ നോക്കി വലിയ ഗൗരവത്തോടെ ചോദിച്ചതും പെട്ടെന്ന് സരള പറഞ്ഞു, അത് പിന്നെ ജഗദീപ് സാർ എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ഭയത്തോടെ സരള നോക്കുന്നത് കണ്ട് ജഗദീപ് വേഗം പൊന്നൂസിനെയും ഭാര്യയും കാണുന്നു. അയ്യോ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് ജഗദീപ് വേഗം പൊന്നൂസിനെയും ഭാര്യ അന്നയെയും കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചതിന് ശേഷം ജഗദീപ് ചോദിച്ചു, അല്ല അച്ഛനും അമ്മയും എന്താ ഇവിടെ വന്നത് എന്ന് ചോദിച്ചതും ഉടനെ ജഗദീപിനോട് പൊന്നൂസ് ചോദിച്ചു, എടാ മോനെ, നിനക്ക് ഈ നിൽക്കുന്ന സ്ത്രീകളുമായിട്ട് എന്താ ബന്ധം? നിനക്ക് നല്ലൊരു വിവാഹം ഉറപ്പിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ, അറിയാവോ? ക്ലോസറ്റ് പോലും സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കെയിൻ പണിക്കരുടെ വലിയ ധനികനായ കെയിൻ പണിക്കരുടെ ഏക മകളാണ് ധനലക്ഷ്മി. അവളുമായിട്ടാണ് നിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ജഗദീപിനോട്
ഉടനെ പൊന്നൂസും ഭാര്യയും പറഞ്ഞു. അത് കേട്ടതോടെ ജഗദീപ് പറഞ്ഞു, അച്ഛാ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആ വിവാഹത്തിന് തയ്യാറാകാനാവില്ല. അച്ഛനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ജഗദീപ് ഉടനെ പൊന്നൂസ് ചോദിച്ചു, എടാ, നിന്റെ ഈ പ്രായം കടന്നു വന്ന എന്നോട് എനിക്ക് മനസ്സിലാവില്ലെന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? നീ പറ, എന്താ നിന്റെ മനസ്സിലുള്ളത്, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. പൊന്നൂസിനോട് ജഗദീപ് പറഞ്ഞു, അച്ഛാ, അവിടെ കൊട്ടാരം പോലത്തെ ഒരു വീട്, എൻ്റെ ഇഷ്ടാനിഷ്ടത്തിന് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഭൃത്യന്മാരും മറ്റ് ജോലിക്കാരുമൊക്കെ. എന്നാൽ എനിക്ക് ഒന്നു മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛാ. ഞാൻ കയ്യിൽ സ്വർണവും വായ്ക്കരണ്ടി സ്വർണവുമായി വന്ന് ഇറങ്ങിയ എനിക്ക് കുളിക്കാൻ പോലും കുളിക്കുന്ന സമയത്ത് പോലും ഞാൻ ആശങ്കയോടെ ചിന്തിച്ചിട്ടുണ്ട് എന്ന്. എൻ്റെ മോനെ, നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന, നിനക്ക് വേണ്ടി ആലോചിച്ച് വെച്ച ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരോട് ഞാൻ ഇനി എന്ത് പറയാം? ഒരു കാര്യം ഞാൻ പറയാം. അടുത്ത ശുഭമുഹൂർത്തത്തിൽ കതിർ മണ്ഡപത്തിലേക്ക് വലതുകാൽ വെച്ച് ഒരു പെൺകുട്ടി മനസ്സിൽ നിറയെ സ്വപ്നവുമായി നിനക്ക് വേണ്ടി അവിടെ വന്ന് കാത്തിരിക്കും. അത് നീയായിട്ട് അവരുടെ ആ മനസ്സിനെ തകർത്ത് കളയരുത് എന്ന് ജഗദീപിനോട് പൊന്നൂസ് പറഞ്ഞു. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, അച്ഛാ, നമ്മുടെ വീട്ടിൽ സുഖസൗകര്യങ്ങൾ ഏറെയുണ്ട്. പക്ഷേ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് എവിടുന്ന് കിട്ടാത്ത ഒന്നുണ്ടായിരുന്നു, അതെനിക്ക് ഈ വീട്ടിൽ കിട്ടി എന്ന് പറഞ്ഞതും ഉടനെ പൊന്നൂസ് ചോദിച്ചു, എന്താ മോനെ അത്? നമ്മുടെ വീട്ടിൽ കിട്ടാത്ത എന്താ നിനക്ക് ഇവിടെ കിട്ടിയത് എന്ന് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, അച്ഛാ, സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം, അത് ഈ അമ്മയുടെയും മകളുടെയും മുഖത്ത് ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അച്ഛാ. മറ്റാരെയും എനിക്ക് വിവാഹം കഴിക്കാനാവില്ല എന്ന് പറഞ്ഞ് ജഗദീപ് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ജഗദീപിനോട് അങ്ങനെ സംസാരിച്ചതിൻ്റെ വിഷമത്തിൽ അങ്ങനെ ജഗദീപിൻ്റെ വിഷമം കണ്ട് അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ് പൊന്നൂസ്. അപ്പോഴേക്കും പൊന്നൂസിൻ്റെ ഭാര്യ അന്ന പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് മനസ്സിലായി, എൻ്റെ മോന് നിങ്ങൾ വിഷം കൊടുത്തിരിക്കുകയാണ്, കൈവിഷം. അതിൻ്റെ ഫലമാണ് എൻ്റെ മോനിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്നെല്ലാം പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല എന്ന് പറഞ്ഞു വഴി നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പൊന്നൂസ് ഇറങ്ങി. പൊന്നൂസ് അന്നയും വിളിച്ചവിടെ നിന്ന് പോകുമ്പോൾ സുസ്മിതയും സരളയും കൂടി വേഗം അവരുടെ പിന്നാലെ വാതിക്കലേക്ക് എത്തി. അവർ മറ്റൊന്നും പറയാതെ വണ്ടിയും എടുത്ത് പോകുന്നത് കണ്ട് നിരാശയോടെ നോക്കിയിരുന്നു. ഉടനെ സരളയോട് സുസ്മിത ചോദിച്ചു, എന്താ അമ്മേ? അപ്പോഴേക്കും സരള പറഞ്ഞു, നിനക്ക് പകരം എനിക്കെൻ്റെ ഒരു മകനാ ജനിച്ചിരുന്നെങ്കിലോ? അല്ല, ഞാൻ അവരുടെ ക്ലോസറ്റിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, ശരി അമ്മേ. അപ്പോഴേക്കും ഉടനെ സരള പറഞ്ഞു, അതല്ലടി, അവരുടെ ക്ലോസറ്റിനെ കുറിച്ച് ഞാൻ ഓർത്തെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ആ പെൺകുട്ടിയെ അത്രയും വലിയ പണക്കാരിയല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും സുസ്മിത ദേഷ്യത്തോടെ ഈ അമ്മയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞ് കലിച്ചു തുള്ളി അകത്തേക്ക് കയറി പോകുമ്പോൾ സരള ഓർമ്മിച്ചു, ദൈവമേ, ഇവൾക്ക് പകരം എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നിരുന്നെങ്കിൽ അവളെയും കൊണ്ട് എനിക്ക് ആ ധനലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കാമായിരുന്നല്ലോ എന്ന് ആലോചിച്ചതും സുസ്മിത കരിയോടെ അകത്തേക്ക് കയറിപ്പോയി. ജഗദീപ് എന്ത് പറയുമെന്നറിയാതെ അങ്ങനെ സെറ്റിയിൽ ആലോചിച്ചിരിക്കുമ്പോൾ സുസ്മിത അരികിലേക്ക് എത്തിയതും മറുപടി ഒന്നും പറയാതെ ജഗദീപ് വേഗം റൂമിലേക്ക് കയറിപ്പോകുന്നു. സുസ്മിതയും സരളയും ആകെ നിരാശയോടെ ആലോചിച്ചങ്ങനെയിരുന്നു. എന്ത് താൻ അനുഭവിച്ചതിൻ്റെ എന്താണ് ഫലമെന്നറിയാത്തതിൻ്റെ വിഷമത്തിൽ പൊന്നൂസും ഭാര്യയും വീട്ടിലേക്കും ഇറങ്ങി. അപ്പോഴേക്കും സുസ്മിത ജഗദീപിനെ ഏതുവിധേയും സ്വന്തമാക്കണമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചു. അപ്പോഴാണ് സത്യഭാമയുടെ വീട്ടിൽ റൂമിലിരുന്നുകൊണ്ട് ശ്യാമ തൻ്റെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുവന്ന രോഹിത് പെട്ടെന്ന് താൻ ആ മൊബൈലിൽ ഒരു ന്യൂസ് വായിച്ചതുപോലെ സംസാരിക്കും. പാചകം അറിയാത്ത നവവധുവിനെ ഭർത്തൃ വീട്ടുകാർ തല്ലിക്കൊന്നു എന്നുള്ള വാർത്ത തന്നെ മൊബൈലിൽ നോക്കി രോഹിത് വായിക്കുന്നു. അത് കേട്ടതും ശ്യാമ ഞെട്ടലോടെ രോഹിത്തിനെ നോക്കി. ഉടനെ രോഹിത് തുടർന്നും വായിച്ചു. അത് പെൺകുട്ടി, നവവധു എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ചായക്കടക്ക് നടത്തുന്ന ആളുടെ മകളാണ്. അതുമാത്രമല്ല, അവളുടെ ഇളയ സഹോദരിയും ആ ഭർത്തൃ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവൾ IASന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് എന്നെല്ലാം രോഹിത് വായിച്ചു. ഇതെല്ലാം കേട്ടതോടെ ശ്യാമ കലിയോടെ ചാടി എഴുന്നേറ്റു. നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചതും രോഹിത് എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ ചാടി എഴുന്നേറ്റ ഉടനെ രോഹിത് ചോദിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, ഇല്ല, ഞാനങ്ങ് മേലോട്ട് പോയി എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു, അതെ, മേലോട്ട് പോയിരുന്നെങ്കിലേ ഞാൻ സ്വസ്ഥമായേനെ. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ കട്ടിലെങ്കിലും തിരികെ കിട്ടിയേനെ എന്ന് പറഞ്ഞതും ഉടനെ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, മര്യാദയ്ക്ക് എന്നെ കളിയാക്കാതിരുന്നോണം എന്ന് പറഞ്ഞതും
രോഹിത് പറഞ്ഞു. "അതിനിപ്പം ഞാനെന്ത് ചെയ്തെന്നാ നീ പറയുന്നത്?" എന്ന് രോഹിത് ശ്യാമയോട് ചോദിച്ചതും ഉടനെ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, "ഇവിടെ ഇരുന്നോണ്ട് എന്നെ കളിയാക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ ന്യൂസ് വായിക്കുന്ന പോലെ അഭിനയിച്ചത്. എന്നിട്ട് എനിക്കത് മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ. നിനക്ക് അതൊക്കെ മനസ്സിലായോ? സത്യത്തിൽ അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നീ കാരണമല്ലേ നിന്റെ ചേച്ചിക്ക് സിവിൽ സർവീസിന്റെ ആ കോച്ചിങ്ങിന് പോലും പോകാൻ കഴിയാത്തത്. ആ ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് നീ കാരണമല്ലേ?" എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, "അതെ, എൻ്റെ കുഞ്ഞേച്ചിയുടെ അവസ്ഥയല്ലേ. എൻ്റെ കുഞ്ഞേച്ചിക്ക് അങ്ങനെ അവസ്ഥയുണ്ടായാൽ അത് ഞാനങ്ങ് സഹിച്ചു. അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്?" എന്ന് രോഹിത്തിനോട് ശ്യാമ ചോദിച്ചതും രോഹിത്ത് പറഞ്ഞു, "അങ്ങനെ സങ്കടവും വിഷമമൊക്കെ തോന്നണമെന്നുണ്ടെങ്കിലേ മനുഷ്യന്റെ മനസ്സാകണം. എന്നാൽ മാത്രം അങ്ങനെയൊക്കെ തോന്നുമെന്ന് രോഹിത്ത് ശ്യാമയോട് അറിയിച്ചു. ഉടനെ ശ്യാമ അങ്ങനെ പറഞ്ഞത് കേട്ട് രോഹിത്ത് പറഞ്ഞു, "ആ പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇതുപോലെയുള്ള ഒരു ക്രൂരത ആ പാവത്തോട് കാണിക്കുന്നത്?" എന്ന് ചോദിച്ചതും ശ്യാമയോട് അങ്ങനെ ചോദിച്ചത് കേട്ട് ശ്യാമ പറഞ്ഞു, "അതെ, എൻ്റെ കുഞ്ഞേച്ചിയുടെ കാര്യത്തിലേ എനിക്കില്ലാത്ത സങ്കടമൊന്നും നിങ്ങൾക്ക് വേണ്ട. അവര് എന്നോട് ചെയ്തും അതിലും വലിയ ദ്രോഹവാ. അപ്പൊ പിന്നെ ഇത്രയൊക്കെ ഒരു തിരിച്ചടിയായി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്?" എന്ന് ശ്യാമ ചോദിച്ചു. "എടി, നിനക്ക് അത്രയും പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേടി?" എന്ന് രോഹിത്ത് ശ്യാമയോട് ചോദിച്ചതും, "എടീന്നോ? ആഹാ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരല്ലേ? നിങ്ങൾ എനിക്കൊരു ചായ ഇട്ട് തന്നെന്ന് വെച്ച് നിങ്ങൾ അത്രയും വലിയ അധികാരം കാണിക്കുന്നോ?" എന്ന് ചോദിച്ച് വേഗം രോഹിത്ത് പറഞ്ഞു, "ആ, അത്രയ്ക്കായോ? എന്നാൽ നമുക്കിപ്പോൾ കാണാം" എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇരുന്ന പില്ലോ കയ്യിലെടുത്തു. ഇത് കണ്ട ഉടനെ രണ്ടുപേരും തല്ലാനായി പില്ലോ ഉയർത്തി അടി തുടങ്ങാനായി ഒരുങ്ങുമ്പോഴേക്കും ഇതുകൊണ്ട് വിഷ്ണു അവിടേക്ക് എത്തി. "ഓ, ഇതുങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ" എന്ന് വിചാരിച്ച് വിഷ്ണു അകത്തേക്ക് വന്നതും, "എന്താ ഇവിടെ കാണിക്കുന്നത്? രണ്ടുപേരും വീണ്ടും തുടങ്ങിയ യുദ്ധം?" എന്ന് രോഹിത്തിനോടും ശ്യാമയോടും ചോദിച്ചപ്പോൾ വിഷ്ണുവിനോട് രോഹിത്ത് പറഞ്ഞു, "അത് പിന്നെ ബ്രോ" എന്ന് പറഞ്ഞ് സംസാരിക്കാനായി ഉടനെ രോഹിത് ഒരുങ്ങിയത് വിഷ്ണു പറഞ്ഞു, "ഓ, ഒന്ന് ശബ്ദം താഴ്ത്ത അമ്മ." അപ്പോഴേക്കും സത്യഭാമ മുന്നിലേക്ക് എത്തി. "മോനെ വിഷ്ണു" എന്ന് വിളിച്ചതും, "ഓ, അമ്മയായിരുന്നോ? എന്താ അമ്മേ?" എന്ന് വളരെ സ്നേഹത്തോടെ വിഷ്ണു അന്വേഷിക്കുമ്പോൾ വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു, "ഞാൻ കുറേ നേരമായി നിന്നെ അന്വേഷിക്കുന്നു. റൂമിലൊക്കെ വന്ന് നോക്കി" എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും കയ്യിൽ പില്ലോ ഇരിക്കുന്നത് സത്യഭാമ ശ്രദ്ധിച്ചു. "അല്ല, ഇവരെന്താ ഇങ്ങനെ പില്ലോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്?" എന്ന് ചോദിച്ചതും പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു, "അതെ, വെറുതെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൊടിയൊക്കെ കളയാനായിട്ടേ. മൊത്തവും പൊടിയാണല്ലോ, അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കാൻ" എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ നോക്കി, "ഓ, അത് ശരി. അതെ, ഞാൻ നിന്നെ ശ്രദ്ധിച്ച് വിളിച്ചത് എന്തിനാണെന്നറിയാവോ? ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ്" എന്ന് വിഷ്ണുവിനോട് പറഞ്ഞതിന് ശേഷം, "അതിനെന്താ അമ്മേ, അമ്മ പറഞ്ഞോളൂ" എന്ന് പറഞ്ഞതും, "എൻ്റെ മരുന്ന് തീർന്നു, അത് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് വിഷ്ണുവിനോട് പറഞ്ഞു. "അതിനെന്താ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാമേ" എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യഭാമ ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കാനെങ്കിലും അറിയാമല്ലോ, അത്രയും ഭാഗ്യം" എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും വിഷ്ണു രോഹിത്തിനെ ശ്യാമയെ നോക്കി, "ഇനിയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കണേ" എന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയതും ഉടനെ തന്നെ ശ്യാമയും രോഹിത്തും ആ പില്ലോ വെച്ച് അടി തുടങ്ങി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങുന്നത് കണ്ട് വിഷ്ണു അകത്തേക്ക് കയറി വന്നു. "എൻ്റെ ദൈവമേ, വീണ്ടും തുടങ്ങിയല്ലേ? അതെ, നിങ്ങൾ രണ്ടുപേരും ഉടനെ വെടിനിർത്തൽ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ആണല്ലോ. നിങ്ങൾക്കിടയിലുള്ള ഈ പോർവിളിയും യുദ്ധപ്രഖ്യാപനവും യുദ്ധവുമൊക്കെ തൽക്കാലം നിങ്ങൾ മാത്രം അറിയത്തക്ക ശബ്ദത്തിൽ നടത്തിയാൽ നന്നായിരുന്നു. ബാക്കിയുള്ള ജനങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ" എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടനെ രോഹിത്ത് ശ്യാമയോട് പറഞ്ഞു, മതി മതി, നിർത്താം. ഇപ്പോൾ വിഷ്ണു വന്ന് പറഞ്ഞിട്ട് പോയ കാര്യത്തിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല എന്ന് വേണ്ട. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കോംപ്രമൈസ് ആക്കാമെന്ന് പറഞ്ഞ് ശ്യാമയും രോഹിത്തും രണ്ടുപേരുടെയും കയ്യിലിരുന്ന പില്ലോ ബെഡിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും അവരവരുടെ ഫോൺ നോക്കിക്കൊണ്ട് ഇരുന്നു. ഈ സമയത്ത് രോഹിത്ത് വീണ്ടും തൻ്റെ മൊബൈൽ നോക്കിയിട്ട് പറഞ്ഞു, "അതെ, ഭാര്യ അച്ചടക്കമില്ലാത്തതിന് ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊന്നു." ഉടനെ വീണ്ടും രോഹിത് അടുത്ത വാർത്ത നോക്കിയിട്ട് പറഞ്ഞു, "അതെ, ഭാര്യ മറ്റുള്ളവരുടെ സൂര്യക്കേട് ആയി മാറുന്നു എന്ന് മനസ്സിലാക്കിയ പാവം ഭർത്താവ് ഭാര്യയുടെ ശല്യം ഒഴിവാക്കി." ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദേഷ്യത്തിൽ ശ്യാമ അവിടെ ഇരുന്ന ഒരു പില്ലോ എടുത്ത് രോഹിത്തിന് നേരെ വലിച്ചെറിയുന്നു. രോഹിത്ത് ദേഷ്യത്തോടെ ഉടനെ ശ്യാമയെ നോക്കി ഇരിക്കുന്നു.